UP എക്സാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ 2:59 അലാറം വെച്ച് എണീറ്റിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല ഇറക്കം വരുന്നുണ്ടായിരുന്നു, ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു, നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മൂടി പുതച്ച് കിടന്നുറങ്ങിയാൽ നമ്മുടെ പഠനത്തിൻ്റെ ജേണി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളൊരു റാങ്ക് ഫയലാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റാങ്ക് ഫയൽ കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ റാങ്ക് ഫയലാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സിലബസ് പ്രകാരം കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കാണ് ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു SNDP. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയ ടോപ്പിക്ക് സമത്വ സമാജം, അതേപോലെ തന്നെ നായർ സമാജം, പിന്നെ NSS. ഈ ഒരു 4 ടോപ്പിക്കാണ് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം SNDP ആയിരുന്നു. SNDPയിലുള്ള പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സ് ആദ്യം വായിക്കുകയും അതിന് ശേഷം ഞാനത് പിന്നീട് നോട്ട്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആക്കി നോട്ടാക്കിയിട്ട് എഴുതിയെടുത്തു. അതുപോലെ തന്നെ സമത്വ സമാജവും അങ്ങനെ ചെയ്തു. പിന്നെ അതിന് ശേഷം നായർ സമാജവും NSSും ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നായർ സമാജത്തിന് ശേഷം അടുത്ത ടോപ്പിക്ക് NSSനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കേരളത്തിലെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. SNDPയും സമത്വ സമാജം, നായർ സമാജം, NSS. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ LP UPക്ക് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. വരാൻ പോകുന്ന LP UP എക്സാമിൻ്റെ സിലബസും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സിലബസിനനുസരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം.